ടേപ്സ്റ്റിൻ്റെ 5-ാം പംക്തിയിലെത്തിയിട്ടും കഥ മുന്നോട്ട് പോകുന്നില്ലല്ലോ എന്നൊരു പരാതി തീർച്ചയായിട്ടും കേൾവിക്കാരിൽ കുറച്ച് പേർക്കെങ്കിലും കാണും. ഇന്നസെൻറ്റിനോട് നെടുമുടി വേണു പറയുന്നത് പോലെ ഈ ഓലപ്പുര വിട്ട് ഇങ്ങൽഹൈമിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒന്ന് പറഞ്ഞു തുടങ്ങിക്കൂടെ എന്നൊരു ചോദ്യം ഉദിക്കുന്നുണ്ട്. ഏതായാലും തീർച്ചയായും നമ്മൾ PhD എഴുതാനുള്ള ഒരു ബൗദ്ധിക പഠനമൊന്നുമല്ല ഇതിൽ നടത്തുന്നത്. ഇത് തീർത്തും ആസ്വാദനത്തിന് വേണ്ടി കുറച്ചു നേരം ചിലവിടുന്ന ഒരേർപ്പാടാണ്. പക്ഷേ ചരിത്ര നോവലായതുകൊണ്ട് ആസ്വദിക്കണമെങ്കിൽ ചരിത്രമെന്ന് നാം ധരിച്ചു വച്ചിരിക്കുന്ന കുറച്ച് സംഭവങ്ങളുടെ ഡേറ്റുകളും ആൾക്കാരുടെ പേരുകളും മാത്രമല്ല മാംസരക്തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളിലൂടെ പടർന്ന് വിടർന്ന് വികസിക്കുന്ന മനുഷ്യജീവിതം ജനിമരണങ്ങൾക്കിടയിലൂടെ തലമുറകളിലൂടെ കടന്നു പോകുന്ന കഥ വിവരിക്കപ്പെടുമ്പോൾ അവിടെ ഫിലോസഫിയും തിയോളജിയും സയൻസും ജിയോഗ്രഫിയും കാലഘട്ടങ്ങളുടെ വ്യതിയാനങ്ങളും രാഷ്ട്രീയത്തിൽ വരുന്ന വ്യതിയാനങ്ങളും എല്ലാം വന്നുപെടുന്നത് കൊണ്ട് മറ്റ് സർവ വിഷയങ്ങളുടെയും മാതൃഭൂമികയാണ് ചരിത്രമെന്ന് മനസ്സിലാക്കി നാം ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞ് ആസ്വദിക്കാൻ തുടങ്ങിയാലേ നമുക്ക് കഥ കൂടുതൽ കിട്ടുകയുള്ളൂ. ഇങ്ങൽഹൈമിലെത്തിയപ്പോൾ യോവാന്നയുടെ അമ്മയായ ഗുഡ്റൂൺ എന്ന് പറയുന്ന സാക്സണിലെ ഒരു സ്ത്രീയെയാണ് ഗർഭിണിയായി നാം കണ്ടുമുട്ടുന്നത്. ഗുഡ്റൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം ആംഗ്ലോ സാക്സണിൽ ഗുഡും റണ്ണുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ആദ്യം വിവരിച്ചതുപോലെ ശൈത്യകാലമാണ്. ഈ ശൈത്യകാലത്തിൻ്റെ പ്രാധാന്യം ഒന്നുകൂടി എടുത്തു കാണിക്കുന്നതിന് എഴുത്തുകാരി ശൈത്യകാലത്തെ എങ്ങനെ വിവരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഫ്രൗ റോട്ട് റോഡിൻ്റെ മനസ്സിലുള്ള ശൈത്യം എങ്ങനെയുള്ളതാണെന്നും നമ്മൾ അതുപോലെ അത് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ മിസ് ഡോണ്ണ ക്രോസിൻ്റെ കുടുംബനാമം തന്നെ ഊൾ ഫോൾക്ക് എന്ന് പറഞ്ഞാൽ രോമങ്ങൾ വിറ്റ് പണ്ട് കാനഡയിലും അമേരിക്കയിലും മറ്റ് ആദ്യകാലങ്ങളിൽ അവിടെ ചെന്നുപെട്ട ആൾക്കാർ രോമക്കച്ചവടം കൊണ്ടാണ് കാശുകാരായതും പിൻകാലങ്ങളിൽ അവരിൽ നിന്നുണ്ടായ ഒരു കുടുംബ പരമ്പരയിൽപ്പെട്ട ആളായിരിക്കണം എഴുത്തുകാരിയെന്നും അപ്പോൾ തണുപ്പ് കാലത്ത് രോമത്തിനും കമ്പിളിക്കുമൊക്കെ എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്നുമൊക്കെ ആദ്യത്തെ ഖണ്ഡികയിൽ ഇവർ വിവരിക്കുമ്പോൾ ആസ്വാദകരായ നമ്മുടെ സംവേദന ശക്തിയിൽ സെൻസിബിലിറ്റിയിൽ അവരുടെ മനസ്സിലുള്ള ആശയങ്ങൾ അതുപോലെ പതിഞ്ഞു കിട്ടിയാൽ നമുക്ക് കഥ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തുമാത്രം തണുപ്പുള്ള ശൈത്യമാണെന്ന് കാണിക്കുന്നതിന് ആദ്യത്തെ ഖണ്ഡികയിൽ എഴുത്തുകാരി പറയുകയാണ്, മഞ്ഞുകോച്ചുന്ന മരം കോച്ചുന്ന ശൈത്യമൊന്നുമല്ല ഇവിടെ
മുട്ടുകാല് വരെ വീണ് കിടക്കുന്ന, പൊക്കത്തിൽ ഉയരത്തിൽ വീണ് കിടക്കുന്ന മഞ്ഞും അതിനടിയിൽ കല്ലിച്ച് കിടക്കുന്ന ഐസും, 1-2 മാൻഡിലുകൾ ഇട്ട് അതിനിടയിലൂടെ നടന്നു വരുന്ന റോഡ് എന്ന ഹെബാമയുടെ, വയറ്റാട്ടിയുടെ നെറ്റിയിൽ നിന്ന് വിയർപ്പൊലിക്കുന്ന സ്ഥിതിയാണെങ്കിൽ ആ തണുപ്പ് എന്തുമാത്രം കൂടിയതാണെന്ന് നമുക്ക് ഊഹിക്കാം. കഷ്ടിച്ച് മാത്രം കാഴ്ച കിട്ടുന്ന ഈ കാലാവസ്ഥയിൽ അടിച്ചു വീശുന്ന മഞ്ഞിനെ മുഖത്തു നിന്ന് നീക്കിക്കളഞ്ഞ് വടിച്ചു നീക്കിയിട്ട് നോക്കുമ്പോൾ വഴിയിലൊരു കറുത്ത നിറം കാണുന്നു. ഒരു കാക്ക വീണ് കിടക്കുന്നു, ചത്തു കിടക്കുന്നു. അവയ്ക്ക് പോലും, പുറത്ത് ജീവിക്കുന്ന കാക്കയ്ക്ക് പോലും ഈ കാലാവസ്ഥയെ നേരിടാൻ കഴിയുന്നില്ല. അത്ര തണുപ്പിലൂടെ നടന്നു വരുന്ന റോഡ് ഫ്രൗ ഗുഡ്റൂണിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ചിന്തയുണ്ട്. ഇത്ര തണുത്ത കാലത്തേക്ക് ഈ കൊച്ച്, ഈ യോഹന്ന എന്ന് പിന്നീട് നമ്മൾ പേരിടാൻ പോകുന്ന ഈ കുട്ടി 9 മാസം തികയണമെങ്കിൽ 1 മാസവും കൂടി കഴിയണം. അപ്പോൾ ഇപ്പോഴത്തെ ജാനുവരി മാസത്തിൽ നിന്ന് 1 മാസമെങ്കിലും കഴിഞ്ഞെങ്കിൽ കുറച്ച് തണുപ്പ് കുറഞ്ഞു കിട്ടുമായിരുന്നല്ലോ, എനിക്ക് ഭാരം കുറവുണ്ടാകുമായിരുന്നല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് നടക്കുന്നതെന്നാണ് കഥാകൃത്ത് പറയുന്നത്. അതും പോരെങ്കിൽ ഫ്രൗ റോഡിൻ്റെ മനോഗതത്തെ അവരിങ്ങനെയാണ് വീണ്ടും പറയുന്നത്. ഈ കൊച്ചിന് ഈ നേരം മാത്രമേ തിരഞ്ഞെടുക്കാനുണ്ടായുള്ളൂ. 1 മാസം കൂടിയെങ്കിലും വെയിറ്റ് ചെയ്താൽ എന്തായിരുന്നു കുഴപ്പം? ഈ തണുപ്പിൽ എന്നെ നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നോ? കഴിഞ്ഞ മാസത്തിൽ മാത്രം ഞാൻ 5-ലേറെ കൊച്ചങ്ങളെ പുറത്തെടുത്തിട്ടുണ്ട്. അതിലൊന്നുപോലും ഒരാഴ്ച പോലും നീണ്ടു ജീവിച്ചിട്ടില്ല. അപ്പോൾ അന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും വിവരിച്ചത്. ആ കാലത്ത് ജാനുവരി 27-നാണ് ഫ്രൗ റോഡ് ഇങ്ങനെ നടന്നു നീങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് ആ ജാനുവരി 27-ന് അന്നത്തെ കാർൽമാൻ ചക്രവർത്തി വിളിച്ചിരുന്ന പേര് വിൻ്റർ മനോത്ത് എന്ന് വെച്ചാൽ വിൻ്റർ മോണാട്ട് എന്ന് പറഞ്ഞാൽ വിൻ്റർ മന്ത്. അക്കാലങ്ങളിൽ നടപ്പിലിരുന്ന ജൂലിയൻ കാലഗണന 10 മാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളത്രേ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ മാർച്ച് മാസം കൊണ്ടാണ് വർഷം തുടങ്ങുന്നത്. ദി ഐഡ്സ് ഓഫ് മാർച്ച് ഈസ് നോട്ട് യെറ്റ് ഫോർ ബൈ എന്ന് ജൂലിയസ് സീസറിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എങ്ങനെയും കേൾവിക്കാരിൽ ഈ വിഷയത്തിൽ അറിവ് കൂടുതലുള്ളവരുണ്ടെങ്കിൽ അന്നത്തെ ജാനുവരിയാണ് വർഷാരംഭമെങ്കിൽ, അതോ മാർച്ച് മാസമാണ് വർഷാരംഭമെങ്കിൽ, അന്നത്തെ കാലഘടനയെപ്പറ്റി നിങ്ങളുടെ കമൻ്ററിയിൽ എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ തരാൻ പറ്റുമെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും സഹായകമായിരിക്കും. വീണ്ടും ഞാൻ പറയുന്നു, വിൻ്റർ മോണാട്ടായ ജാനുവരി 27-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്.
അപ്പോൾ നമ്മൾ സാവധാനം പോകുന്നു എങ്കിലും കഥ തുടരുകയാണ്. അടുത്തതിലേക്ക് വരുമ്പോഴേക്കും, അടുത്ത പങ്ക്തിയിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഫ്രൗ ഗുഡ്റൂണിൻ്റെ അവസ്ഥയെപ്പറ്റി നമുക്ക് കൂടുതൽ കേൾക്കാം. ഇതോടെ ഈ പങ്ക്തി ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.